നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേജർ രവി ബിജെപിയിൽ ചേർന്നു. ഡൽഹിയിൽ വെച്ച് അദ്ദേഹം പാർട്ടി അംഗത്വം എടുത്തിരിക്കുകയാണ്. മേജർ രവി ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ സന്ദർശിച്ചു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു. മേജർ രവി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന നിഗമനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പാർട്ടിയിൽ ചേരുമെന്ന് ബിജെപി വൃത്തങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസ് വിട്ട് കണ്ണൂരിലെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി C രഘുനാഥും ബിജെപിയിൽ ചേർന്നു. ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് അധ്യക്ഷൻ JP നദ്ദയിൽ നിന്നുമാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു C രഘുനാഥ്. നേതൃത്വവുമായുള്ള ഈ ഒരു ആശയപരമായിട്ടുള്ള ഭിന്നതകൾ കാരണം അദ്ദേഹം കോൺഗ്രസ് വിടുകയായിരുന്നു. നേതൃത്വത്തിന്റെ അവഗണനയിൽ മനം മടുത്താണ് രാജിവെക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. KPCC അധ്യക്ഷനായിട്ടും K സുധാകരനെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് രഘുനാഥ് പരസ്യമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിന് വേട്ടക്കാരന്റെ മനസ്സാണെന്നും പാർട്ടിയുടെ ജനിതക ഘടന മാറിപ്പോയോ എന്നും രഘുനാഥ് ആക്ഷേപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്നു രഘുനാഥ് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. 5 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചാണ് C രഘുനാഥ് BJPയിലേക്ക് വന്നത്. ഇരുവരും ഡൽഹിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ സന്ദർശിക്കുകയുണ്ടായി. ഇരുവർക്കും JP നദ്ദ ആശംസകൾ നേരുകയുണ്ടായി. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. നിരവധി പ്രമുഖ വ്യക്തികൾ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ചേരാൻ സന്നദ്ധരാകുമെന്ന് ഇരുവരും പ്രതികരിക്കുകയുണ്ടായി. മേജർ രവി BJPയുമായി അനുഭവം പങ്കുവച്ചിരുന്ന വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ അത്തരത്തിലുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. കുരുക്ഷേത്ര, കീർത്തിചക്ര, കർമ്മയോധ, കാണ്ഡഹാർ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം ഉണ്ടാക്കിയ വ്യക്തിയാണ് സംവിധായകൻ മേജർ രവി. അതേസമയം ക്രിസ്മസിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് BJP നേതാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തി. BJP നേതാവ് VV രാജേഷും കോൺഗ്രസ് നേതാവ് ശശി തരൂരും പാളയം പള്ളിയിൽ സന്ദർശിച്ചു. BJPയുടെ ക്രിസ്മസ് യാത്ര, സ്നേഹയാത്ര എന്ന പേരിലുള്ള ക്രിസ്മസ് പ്രമാണിച്ചുള്ള വീടുകൾ തോറുമുള്ള സന്ദർശനവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.